ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫ 2-3 സ്ത്രീകളെ അങ്ങരുടെ ബന്ധുക്കളോ ആരോ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ അവരത്ര നല്ല സ്ത്രീകളല്ല. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, എടോ എനിക്ക് പൂശാൻ മുട്ടി നിൽക്കുകയാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു പരാമർശം. അപ്പോൾ അന്നാണ് പൂശൽ എന്നുള്ളൊരു അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊക്കെ അറിയാവുന്ന അർത്ഥം പൂശുക, അങ്ങനെ ഒരു പൂശൽ അല്ലാതെ മറ്റൊരു പൂശൽ ഉള്ളതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഈയിടയ്ക്കായിട്ട് ഈ വാക്കിന് കുറച്ച് പ്രസക്തി കൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഈ വാക്കിന് വലിയ പ്രാധാന്യം കൊണ്ടുവന്ന വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ കോയ കോളിംഗ് നടത്തുന്ന ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹം ഈ വാക്ക് കൂടെ ഉപയോഗിക്കാറുണ്ട്. അത് ചില മത നേതാക്കളെ പറ്റിയും മതകാര്യങ്ങളെ പറ്റിയുമാണ്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വർഗീയതയായി തീരും. അതുപോലെ തന്നെ മറ്റൊരു എക്സ് മുസ്ലിമായ ജാമിദ ടീച്ചർ ഇടയ്ക്ക് ഒരു കളി തരുമോ എന്ന് ചോദിക്കുന്നതും പിന്നെ കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മതപരമായ കാര്യങ്ങളെപ്പറ്റിയും മതപരമായ ചില നേതാക്കളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇനി ആരെ പറ്റി പിന്നെ എപ്പോഴെന്തിനു പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ ആളുകൾ പിന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ഒരു എസ്സേ എഴുതി കളയുക, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. അതിൽ കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനെതിരെ പിന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ പലരും പിന്നെ രംഗത്ത് വരികയുണ്ടായി. ഇങ്ങനെ പിന്നെ അത് ശരിയല്ല ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരാരും ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഈ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അത് നമ്മൾ ഇവിടെ എത്ര പേർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പരിപാടിയുടെ പേര്. പക്ഷേ പറയുന്ന മുഴുവൻ ഈ തീവ്ര ഇസ്ലാമിക ആശയങ്ങളാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. പറയുന്നത് മറ്റു മതങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ ആദർശങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുക. ഇപ്പോൾ കുറ്റം പറയുന്നതിന് നമുക്കൊരു വിരോധമില്ല. ഇപ്പം പെന്തക്കോസ്തുകാർ കന്യാമറിയത്തെ പറ്റി എന്തെല്ലാം പറയുന്നു, നമുക്ക് ആർക്കെങ്കിലും വിരോധം വരുന്നുണ്ടോ? അല്ലെ ക്രിസ്തുവിനെ പറ്റി എന്തെല്ലാം പറയുന്നു, അത് പറയുന്നതിലല്ല, അത് ഏത് രീതിയിൽ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതാണ് പ്രശ്നമിരിക്കുന്നത്. വിമർശിക്കാൻ വേണ്ടി അല്ലെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി പറയുമ്പോൾ നമുക്കതിൽ ആക്ഷേപമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിലും ക്രിസ്ത്യാനികൾ പിന്നെ അങ്ങനെ ഒരു വികാരജീവികളല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ വികാരം കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരു 500 വർഷമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നാനാഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും എതിർപ്പുകളും പിന്നെ ആക്ഷേപങ്ങളും എല്ലാം ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം പിന്നെ കുറച്ച് കാര്യമുള്ളതായിരിക്കും. അതുകൊണ്ട് എത്ര ആക്ഷേപങ്ങൾ പറഞ്ഞാലും അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നില്ല. അപ്പം വികാരം കൊള്ളുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വികാരം കൊള്ളുന്നു. അപ്പോൾ ഈ കക്ഷി നിഷ്പക്ഷ നിരീക്ഷകനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വർഗീയവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങളൊക്കെ പറയുക. അപ്പോൾ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ ഒരു പരിപാടി കാണാനുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എന്തോ KMML എന്തോ ഒരു പിന്നെ സ്ഥാപനത്തിൻ്റെ ഒരു കാര്യപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ നേരത്തെ കയർഫെഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ആ സമയത്ത് കയർഫെഡ് ലാഭത്തിലാക്കി. അപ്പോൾ ഇങ്ങനെ ഏതോ ഒരു കോർപ്പറേഷൻ്റെ മേധാവിയായിട്ട് നിയമിക്കാൻ പോകുന്നു. അപ്പം നിയമിക്കാൻ പോകുമ്പോൾ പിന്നെ അതിൽ ഈ ക്രൈസ്തവരുടെ ഒരു ഭീകര സംഘടന എന്ന് അവരവകാശപ്പെട്ടാലും ഒരു ഭീകരതയില്ലെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പിന്നെ ഇസ്ലാം പിന്നെ വിശ്വാസത്തിൻ്റെ അത് ഒരു മതസംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അവരും ഇങ്ങനെ നിയമനത്തെ എതിർത്തിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രണ്ടു കൂട്ടരും ഒരു കാര്യത്തിൽ ഒന്നിച്ചിരിക്കുന്നത് വളരെ നല്ലതാണെന്നും പറഞ്ഞാണ് ഈ മറുനാടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തത്. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. രണ്ടു കൂട്ടരും എതിർക്കുന്നുവെങ്കിൽ ഇങ്ങേർക്ക് എന്തെങ്കിലും ഗുണം കാണുമെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇങ്ങേരുടെ ഷോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്ഷേപവും നമുക്ക് വികാരം കൊള്ളുന്നില്ലെങ്കിൽ കൂടി നമുക്കത് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് പലതും. എന്ന് മാത്രമല്ല ഈ അദ്ദേഹത്തിന് നിയമനം കൊടുക്കരുതെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. അത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഓരോ കാര്യം പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട്, ഒരു കുറച്ചിരി ഹാ 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 എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ചിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും കൊടുക്കരുതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ അത് ആ ഒരു ചിരിയുടെ പേരിൽ മാത്രം. മറ്റു കാര്യങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെ. അദ്ദേഹം വർഗീയത പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ ആളുകൾ മാവേലെറിയുന്നു. ഇനി ഇങ്ങേരൂടെ 2 ഏറെറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഒരുവിധപ്പെട്ടവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർഗീയത പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ ആ വർഗീയത കിടപ്പുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ കാരണവന്മാരുടെ പിൻഗാമികളാണല്ലോ. നമ്മുടെ കാരണവന്മാരൊക്കെ ഭീകരന്മാരായിരുന്നു എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ച സ്വാമി കേരളത്തെ മാത്രമാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. വേറെ ഒരിടത്തും അദ്ദേഹത്തിന് അത് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എത്ര ഭീകരന്മാരായിരുന്നിരിക്കണം നമ്മുടെ കാരണവന്മാർ. അപ്പോൾ അതിൻ്റെ പിൻഗാമികളാണല്ലോ നമ്മൾ. അപ്പോൾ ഒട്ടും ഈ വർഗീയതയൊക്കെ പറയുന്നതിലൊട്ടും മോശമാകാൻ വഴിയില്ല. അപ്പോൾ ഈ അനിൽ മുഹമ്മദ് മാത്രമല്ല, വേറെയും ചില കക്ഷികളുണ്ട്. MM അക്ബർ, പിന്നെ നിച്ച് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികളുണ്ടായിരുന്നു. അതായത് മറ്റു മതങ്ങളെ ആക്ഷേപിക്കുക, പ്രത്യേകിച്ച് പിന്നെ ക്രിസ്ത്യാനികളെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനികൾ കുറച്ചേ ഉള്ളൂ. തിരിച്ചടിക്കാനോ വല്ലതും പറയാനോ ഒന്നും അവർക്ക് ശേഷിയില്ല. നേരെ മറിച്ച് ഹിന്ദു മതത്തെ വല്ലതും പറഞ്ഞാൽ RSകാർ പിന്നെ കൈയോടെ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് അതിനാർക്കും ധൈര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഈ വിമർശനം ശക്തിപ്പെട്ടപ്പോഴത്തേക്ക് വാസം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുള്ളൂ, ഒരു സമയത്ത് ക്രൈസ്തവരെല്ലാം ആകപ്പാടെ അങ്ങ് ഡൗൺ ആയിപ്പോയി. ഇവർ ഈ പറയുന്നതിന് ചോദിക്കുന്നതിന് മറുപടി പറയാനില്ല. ഇവർ പറയുന്ന അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ ക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ ഒക്കും, അല്ലെങ്കിൽ എങ്ങനെ കന്യക പ്രസവിക്കാൻ ഒക്കും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോയി. ക്രിസ്ത്യാനികൾക്ക് ഉത്തരം പറയാനില്ല. ആ സമയത്താണ് ഈ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എങ്ങനെയോ അറബി അറിയാമെന്ന് തോന്നുന്നു. ആ അറബി പുസ്തകവും അറബി ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇവരുടെ പുസ്തകങ്ങളിൽ ഇവരുടെ വിശ്വാസങ്ങളിലുള്ള കാര്യങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങി. അതിന് പുറമെ അതിന് ശേഷമാണ് അതിനോടനുബന്ധിച്ച് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, പിന്നെ അനിൽ അയ്യപ്പൻ, ഇങ്ങനെയുള്ളവരും സജീവമായിട്ട് രംഗത്ത് വന്നു. അതുകൂടി മുസ്ലിങ്ങളിപ്പം MM അക്ബറിനെ ഒന്നും കാണാനില്ലാന്ന് തോന്നുന്നു. കാര്യമായിട്ടുള്ള ആ പിന്നെ ക്രൈസ്തവ വിമർശനം കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചുരുക്കം ഒറ്റപ്പെട്ട ആളുകൾ ആണ് ഉള്ളത്. എന്തായാലും ഈ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയും ഇപ്പം ഇസ്ലാമിൽ തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ മറ്റു സമുദായക്കാരെ ആക്ഷേപിക്കാൻ പോയത്? അതുകൊണ്ടല്ല ഇപ്പം നമ്മുടെ സമുദായത്തെപ്പറ്റി അവർ കുറ്റം പറയുമ്പോൾ നമുക്കും ഉത്തരം പറയാനില്ല. പല കാര്യങ്ങളും അവർ ചോദിക്കുമ്പം ആയിഷയെ കല്യാണം കഴിച്ചത്, അല്ലെ സഫിയെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന പിന്നെ കാര്യങ്ങൾ, പിന്നെ ഈ പിന്നെ അടിമകളുമായിട്ടുള്ള പിന്നെ ബന്ധങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ, ഇങ്ങനെ നാനാതരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള വിമർശനങ്ങൾ അങ്ങ് വന്നപ്പോഴത്തേക്ക് ഇസ്ലാം സമൂഹത്തിനും ഉത്തരം മുട്ടുന്ന സ്ഥിതി വന്നു. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള വിവരക്കേടും വിവരദോഷവും നമ്മൾ കൃത്യമായിട്ട് ഉത്തരം തരാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ ആ കാലത്ത് നടന്ന പല കാര്യങ്ങളാണ്. അന്നത്തെ കാലത്ത് നടന്നത് കാര്യങ്ങൾ ഇന്നും അത് നടക്കണമെന്ന് ശഠിച്ചാൽ എന്തു പറ്റും? അപ്പോൾ ഇതിൻ്റെ കൂടിയാണ് ആബിദ് അടിവാരം എന്ന് പറഞ്ഞൊരു കക്ഷി കഴിഞ്ഞ ദിവസം എഴുതിയത്. പിന്നെ ഈ അവിടെ ഉത്തർപ്രദേശിൽ 15,000 പേരെ കൊല്ലാനായിട്ടുള്ള വിഷഗുളികകൾ എന്തോ തയ്യാറാക്കിയ ഒരു വ്യക്തി, അയാൾ മുസ്ലിമാണ്. അയാളാണ് അത് എന്തിനാ മുസ്ലിം അത് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം അയാൾ ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദുവിനെ കണ്ടിട്ടുണ്ടോ, അല്ലെ ക്രിസ്ത്യനെ കണ്ടിട്ടുണ്ടോ? പക്ഷേ മുസ്ലിമിനെ കാണുന്നു. അത് വലിയ മോശപ്പെട്ട കാര്യമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാമിൽ പറയുന്നുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെയൊക്കെ തട്ടിക്കളയണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഇസ്ലാമിൽ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പല രാജ്യങ്ങളിലും അത് വധശിക്ഷയും അല്ലെ ജയിൽ ശിക്ഷയൊക്കെ ഉണ്ടെന്നാണ് പിന്നെ ഈ ആരിഫ് ഹുസൈനും ഒക്കെ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായ അറിവല്ല. അപ്പോൾ അത് വല്ലതും കേരളത്തിൽ നടപ്പാക്കാനായിട്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ വരുന്നത് ഒരു മോശപ്പെട്ട കാര്യമല്ല. അവർ വരട്ടെ. അവർ വന്നു കഴിഞ്ഞ് തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത് കൂടുതൽ അറിവോടുകൂടി ആ വിശ്വാസത്തെ സ്വീകരിക്കുമ്പോൾ അതിന് കൂടുതൽ ഭംഗി വരും. ആ വിശ്വാസത്തിന് കൂടുതൽ ആഴം വരും. ഇപ്പോൾ ക്രിസ്ത്യാനികൾ കാണിക്കുന്നതാണ്. എല്ലാത്തരം വിമർശനങ്ങൾക്കിടയിലും ആ വിശ്വാസം ശക്തമായിട്ട് നിൽക്കുന്നു. കാരണം ആ വിമർശനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, വിമർശനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ആ വിമർശനങ്ങൾ നമ്മെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് പറയാറുണ്ട്, ചിലത് ബബ്ബ പറയുന്നു, ചിലത് പിന്നെ എന്ന് ചേർക്കുന്ന, അല്ലെ അങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് തന്നെ അറിയാം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അത് മെച്ചപ്പെടുത്താൻ അവർ ചിലത് പറയാറുണ്ട്. പിന്നെ എഴുതി വായിച്ചാൽ മതി. എഴുതി വായിക്കാൻ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, വായിച്ചാൽ ഒട്ടും ശരിയാകാൻ പോകുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഞാൻ പറഞ്ഞു, ഒരു ചെറുകിട പരിപാടിയാണ്, വളരെ അൺപ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ നമ്മൾ ചെറിയൊരു ഓഡിയൻസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും തടിതപ്പാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലപാടുകളും നമ്മുടെ പിന്നെ ഈ വിമർശനങ്ങളും അവ പലപ്പോഴും നമ്മെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ആ കാര്യങ്ങൾ കിട്ടുമ്പോൾ, അറിയുമ്പോൾ നമ്മൾ കൂടുതൽ അറിവുകൾ നേടാനും നമ്മൾ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനും ശ്രമിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അനിൽ മുഹമ്മദിന് ആ സ്ഥാനം കൊടുക്കരുത്. കാരണം അത് മറ്റൊന്നും കൊണ്ടുമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആ ചിരി, അങ്ങനെ ചിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്ഥാനത്തിന് അർഹതയില്ല.